നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷീറ്റ് ഉൽപ്പാദനം ചുരുങ്ങുന്നു. ഏഷ്യയിൽ പ്രമുഖ റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക് തിരിയുന്നു. മുന്നിലുള്ള 3 മാസം രാജ്യാന്തര മാർക്കറ്റിൽ ഷീറ്റ് പ്രവാഹം ചുരുങ്ങുന്നത് വിലക്കയറ്റത്തിന് വഴി തെളിയിക്കുമെന്ന് പ്രതീക്ഷയിലാണ് കർഷക മേഖല. അതേസമയം വിലക്കയറ്റത്തെ കൂച്ചുവിലങ്ങിട്ട് പൂട്ടിയെങ്കിലും വാരാന്ത്യം ടയർ വ്യവസായികൾ അല്പം അങ്കലാപ്പിലാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിന് ആവശ്യം ഉയർന്നു നിൽക്കുകയാണ്. ഇറക്കുമതി രാജ്യങ്ങൾ തായ് മാർക്കറ്റിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും റബ്ബർ ശേഖരിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ കരുതൽ ശേഖരം കുറഞ്ഞതിനാൽ ഓഫ് സീസണിൽ വാങ്ങൽ താൽപ്പര്യം വിലക്കയറ്റത്തിന് അവസരമൊരുക്കുന്നുവെന്ന നിഗമനത്തിലാണ് ഉൽപ്പാദകർ. തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ, വിയറ്റ്നാം വിപണികളിൽ മുന്നിലുള്ള 3 മാസങ്ങളിൽ മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്തുമെന്നാണ് പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. ഇന്ത്യ, ശ്രീലങ്ക രാജ്യാന്തര വിപണികളിൽ പുതിയ സംഭവ വികാസങ്ങളെ സൂക്ഷ്മ നിരീക്ഷിക്കുന്നു. രാജ്യാന്തര അവധി വ്യാപാരത്തിൽ വാങ്ങൽ താൽപ്പര്യം ശക്തമല്ല. വ്യവസായ മാന്ദ്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ മുൻനിർത്തി ഊഹക്കച്ചവടക്കാർ ഷോർട്ട് പൊസിഷനുകൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. വേനൽ ചൂട് കനത്തതിനാൽ റബ്ബർ വെട്ട് മന്ദഗതിയിലാണ്. വൻകിട തോട്ടങ്ങളിൽ ടാപ്പിംഗ് സ്തംഭിച്ചു. ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ രംഗത്ത് നിലയുറപ്പിച്ച് പരമാവധി ശേഖരിക്കുന്നുണ്ട്. എന്നാൽ ടയർ നിർമ്മാതാക്കൾ തണുപ്പൻ മനോഭാവം തുടരുകയാണ്. ചില കാർഷിക സംഘടനകൾ റബ്ബർ 200 രൂപയിൽ താഴ്ന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നപ്പോൾ ടയർ ലോബി 190-ൽ കൂടിയ വിലയ്ക്കും തയ്യാറായില്ല. എന്നാൽ കാലാവസ്ഥ മാറ്റം സ്ഥിതി സങ്കീർണമാകുമെന്ന ഭീതിയിൽ വാരാന്ത്യം അവർ നിരക്ക് 191 രൂപയാക്കി. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.